വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു അമരപ്പയർ തോരൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അമരപ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചന്തയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അമരപ്പയറാണ്. വീട്ടിലൊക്കെ കൃഷി ചെയ്താലുണ്ടാകും. അപ്പം ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ നല്ലതായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ചുവടും അതിൻ്റെ തലപ്പുമൊക്കെ ഞാൻ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു ചേന്തി ആണ് അരിയുന്നത്. ഒരു കീറി അരിയുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. ഇത് നമ്മുടെ ബീൻസ് കൂട്ടല്ല, ഇത്തിരി കട്ടി കൂടുതലാണ് ഇതിന്. ഇതുപോലെ ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്, ഇത് കഴിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഉള്ളിയും കൂടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഉള്ളിയും കൂടെ നമുക്ക് ഇതിൽ അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചതിന് ശേഷം നന്നായിട്ട് ഞെരടി കഴുകണം. ഇതിന് ചെറിയൊരു കമർപ്പുണ്ട്, അപ്പോൾ അത് പോകാനായിട്ടാണ് കൈവച്ചൊന്ന് ഞെരടി കഴുകിയാൽ മതി. ഇല്ലെങ്കിൽ ഒന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഊറ്റിക്കളഞ്ഞാലും മതി. ഞാനിപ്പോൾ ഞെരടി കഴുകി, പക്ഷേ അത്ര കമർപ്പൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഉള്ളി ഇല്ലെങ്കിൽ സബോള അരിഞ്ഞിട്ട് കൊടുത്താലും മതിയേ. ഞാനിവിടെ ഒരു 2 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയറും ഉള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കുക. ഇനി നമുക്ക് ഇനി ഇത്തിരി വേവ് കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഞാൻ മൂടിയൊക്കെ എടുത്ത് മാറ്റി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. കമർപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് തേങ്ങ ഇടുമ്പോഴത്തേനും അതങ്ങ് ഇതായിക്കോളും, ബാലൻസ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു രുചിയാണ്. ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂടിയെടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ആ തേങ്ങയൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളകൊക്കെ പോയൊന്ന് വെന്ത് വരട്ടെ. അപ്പം തേങ്ങയൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്, ആവി കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് സാമ്പാറിൻ്റെ കൂടെയും അവിയലിൻ്റെ കൂടെയൊക്കെ നമ്മൾ അരിഞ്ഞിടുന്ന പയറാണ് ഇത്. ഞാനിനി ഇത് ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ചന്തയിലൊക്കെ പോകുമ്പോൾ പയർ കിട്ടുവാണെങ്കിൽ ഇത് വാങ്ങിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.